ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോയുടെ പാഷൻ പ്ലസ് ആണ് വണ്ടി. നിലവിൽ നമുക്ക് 1-2 വർക്കുകളായിട്ട് വന്നേക്കാണ്, സർവീസായിട്ടൊന്നുമില്ല. നമുക്ക് ചെയിനൊക്കെ ടൈറ്റ് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ ആക്സിലേറ്റർ ഇടയ്ക്ക് ജാം ആവുന്നുണ്ട്, അതേപോലെ ഫുഡ് റെസ്റ്റ്, അങ്ങനെ 1-2 കേസുകളായിട്ട് വന്നേനെ കേട്ടോ. അപ്പോൾ ചെയിൻ നമ്മൾ ടൈറ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഉണ്ട്, നമുക്ക് ചെയിൻ വലിക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ഫുഡ് റെസ്റ്റുകൾ റൈറ്റ് സൈഡിൽ റൈറ്റ് ലെഫ്റ്റും റൈറ്റ് ഫ്രണ്ടും ഫുഡ് റെസ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ മാറണം. അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് പോയി കിടക്കുന്നുണ്ട്, വീൽ ബെയറിങ് കംപ്ലൈൻറ്റാണ്, നല്ല രീതിയിൽ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് അഴിച്ച് വയ്ക്കുമ്പോൾ ഇതുമ്പോൾ ലൈനറൊക്കെ കമ്പനി ലൈനർ അടക്കണം, പുതിയ ലൈനറാണ്. നമുക്ക് ഈ സ്പീഡോമീറ്ററിൻ്റെ ഈ ക്രൗണും പിനീനും കംപ്ലൈൻ്റ് ഉണ്ട്, അതേപോലെ കേബിളും പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കേബിളും മാറ്റി ക്രൗണും പിനീനും മാറ്റിയിട്ട് ഞാൻ മീറ്ററിൻ്റെ സെറ്റ് ചെയ്തോളൂ. മീറ്റർ വേറെ ടൈറ്റ് ഉണ്ടാവില്ല എന്ന് വേണം വിചാരിക്കാനായിട്ടാണ്, നമുക്ക് സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫുഡ് റെസ്റ്റിൻ്റെ കേസ് പറഞ്ഞല്ലോ, അപ്പോൾ ഫുഡ് റെസ്റ്റും നമുക്ക് ചേഞ്ച് ചെയ്യണം. പിന്നെ ഫ്ലാഷറിൻ്റെ കംപ്ലൈൻറ്റ് ആയിട്ടാണ് മീറ്റർ മറ്റേ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാത്തത്. ഓൾറെഡി നമുക്ക് ബാറ്ററിക്ക് പകരം കൺവെർട്ടറാണ് വെച്ചേക്കണേ, അപ്പോൾ അതിനകത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലാഷർ യൂണിറ്റ് മാറ്റി കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. ആക്സിലേറ്റർ കേബിളിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ കേബിളിൻ്റെ അല്ല പ്രശ്നം, ആ കാർബേറ്ററിനകത്താണ് കംപ്ലയിൻറ്റ്. സ്ലൈഡർ ജാമായി പോകണമാണ്, ഇതാണ് അതിൻ്റെ പ്രോബ്ലം കേട്ടോ. നമ്മൾ ഇന്നലെ അടുത്ത് ഓടിക്കുമ്പോഴും ചില സമയങ്ങളിൽ നല്ലോണം റൈസ് ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് സ്ലൈഡറൊക്കെ ഒന്ന് അല്പം ഗ്രീസ് തേച്ച് ഇടാനേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഹൈറ്റായിട്ട് മാത്രമായിട്ട് വന്നില്ല, കാർബേറ്റർ അസംബ്ലി പടി വരുള്ളൂ. കൂടുതലായിട്ട് റേസിങ്ങും അതേ മൈലേജ് ഷോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാർബേറ്റർ മാറ്റിക്കളയാം. ആക്സിലേറ്ററിൻ്റെ സ്ലൈഡർ മാത്രമായിട്ട് മാറ്റാൻ നിൽക്കണ്ട, പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം കാർബേറ്ററിൻ്റെ ഉള്ളിൽ തേമാനമുള്ളത് കൊണ്ട് പുതിയ സ്ലൈഡർ ഇട്ടാലും നിൽക്കില്ല. അപ്പോൾ കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ കാർബേറ്റർ അസംബ്ലി പടി മാറ്റി വയ്ക്കണതാണ് ബെറ്റർ കേട്ടോ. ആ പ്രോബ്ലം ശാശ്വത പരിഹാരം അതേ ഉള്ളൂ. മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കംപ്ലൈൻറ്റ് വീണ്ടും വന്നുകൊണ്ടിരിക്കും. സ്ലൈഡർ മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം അതിൻ്റെ ഉള്ളിലും തേമാനമുണ്ട്. അപ്പോൾ നിലവിൽ ചെയ്യുന്ന വർക്കുകൾ ഇപ്പോൾ എഞ്ചിൻ ഓയിൽ, ഫുഡ് റെസ്റ്റ് അണ്ടർ മാറുന്നുണ്ട്, അതേപോലെ തന്നെ മറ്റേ ഇൻഡിക്കേറ്ററിൻ്റെ ഫ്ലാഷ് യൂണിറ്റ് മാറുന്നുണ്ട്, ഫ്രണ്ട് വീൽ ബെയറിങ്ങും സ്പീഡോമീറ്ററിൻ്റെ കേബിളും ക്രൗൺ ബീനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം. അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യണ വർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ ഫുഡ് റെസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഒരെണ്ണം മാത്രമേ 234 ഉണ്ട് കേട്ടോ. ഇത് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡും വരുമ്പോഴും 234 തന്നെ റൈറ്റ് സൈഡും. അപ്പോൾ നമുക്ക് ഓരോ പാർട്ട് നമ്പർ ആയതുകൊണ്ട് ഐറ്റം നമുക്ക് റിപ്പീറ്റബിൾ കാണിക്കും അതിനകത്ത് കേട്ടോ, ബില്ലിനകത്ത് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.